എല്ലായ്പ്പോഴും സന്തോഷത്തിന്റെയും ഒത്തുചേരലുകളുടെയും സ്നേഹം പങ്കുവെക്കുന്നതിന്റെയും നാളുകളാണ്. എന്നാൽ ഈ വർഷത്തെ ക്രിസ്മസ് ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു വാർത്താ റിപ്പോർട്ടിംഗ് ആണ്. സാധാരണഗതിയിൽ സീരിയസ് വാർത്തകൾ മാത്രം കണ്ടു ശീലിച്ച മലയാളികൾക്ക് മുന്നിലേക്ക് ഒരു കുടുംബം ഒത്തൊരുമിച്ച് തയ്യാറാക്കിയ ഹാസ്യാത്മകമായ വീഡിയോ എത്തിയപ്പോൾ അത് നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത്. ട്വിന്നിംഗ് ഏഞ്ചൽസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുറത്തു വന്ന ഈ വീഡിയോ വീട്ടിലെ പുൽക്കൂട്ടിൽ നടന്ന ഒരു കൊച്ചു സംഭവത്തെ അത്യന്തം ഗൗരവകരമായ ഒരു TV റിപ്പോർട്ടിംഗ് ശൈലിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രദ്ധേയമായത്. ഒരു കൊലപാതക കേസ് അന്വേഷണത്തിന്റെ എല്ലാ ഉദ്വേഗവും നിറച്ചുകൊണ്ട് തയ്യാറാക്കിയ ഈ വീഡിയോ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലെ ഏറ്റവും രസകരമായ കാഴ്ചയായി മാറി. വാർത്തയുടെ തുടക്കം തന്നെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അങ്ങനെ ആ ഞെട്ടിക്കുന്ന വാർത്ത ഞങ്ങൾ CCTV ദൃശ്യങ്ങളോടെ പുറത്തുവിടുന്നു എന്ന ക്യാപ്ഷനോടെ പങ്കുവച്ച വീഡിയോയിൽ വീട്ടിലെ പുൽക്കൂടിനുള്ളിൽ ആട്ടിടയാൻ തകർന്നു വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രധാനമായും കാണുന്നത്. ഉണ്ണിയേശുവിനെ കാണാനായി ദൂരദേശങ്ങളിൽ നിന്നെത്തിയ ആട്ടിടയന്മാരിൽ ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും അത് കൊലപാതകമാണോ ആത്മഹത്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും റിപ്പോർട്ടറുടെ വേഷമണിഞ്ഞ യുവതി അതീവ ഗൗരവത്തോടെ വിവരിക്കുന്നു. ദൃശ്യങ്ങളിൽ പുൽക്കൂട്ടിലെ ആട്ടിടയന്റെ രൂപം ഒടിഞ്ഞു വീണു കിടക്കുന്നതും അതിന് സമീപത്തായി ഒരു ആട് അതീവ ദുഃഖിതനായി നിൽക്കുന്നതും കാണാം. ഈ ആട് തന്റെ യജമാന്റെ വിയോഗത്തിൽ കരയുകയാണോ അതോ സംഭവത്തിന് സാക്ഷിയാണോ എന്ന ചോദ്യം റിപ്പോർട്ടർ ഉയർത്തുമ്പോൾ ഹാസ്യം അതിന്റെ പരകോടിയിലെത്തുന്നു. ഈ കേസിൽ പ്രാഥമികമായി സംശയിക്കുന്നത് വീട്ടിലെ കുട്ടികളെ തന്നെയാണെന്നത് വീഡിയോയുടെ ഏറ്റവും രസകരമായ ഭാഗമാണ്. പുൽക്കോടിന്റെ പരിസരത്ത് അതീവ സംശയാസ്പദമായ സാഹചര്യത്തിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ തെളിവായി അവർ അവതരിപ്പിക്കുന്നു. കുട്ടികൾ പുൽക്കോടിനടുത്തെത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും അസ്വാഭാവികമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നോ എന്നും അവർ ആട്ടിടനെ മനഃപൂർവ്വം തള്ളിയിട്ടതാണോ എന്നും റിപ്പോർട്ടർ ആരായുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ ന്യൂസ് ചാനലിലെ അവതാരകയെ പോലെ ഒട്ടും ചിരിക്കാതെയും എന്നാൽ കാണുന്നവർക്ക് ചിരി നിർത്താൻ കഴിയാത്ത രീതിയിലുമുള്ള അവതരണ ശൈലിയുമാണ് യുവതി സ്വീകരിച്ചിരിക്കുന്നത്. ക്രിസ്മസ് പുൽക്കൂട് ഒരു ക്രൈം സീനായി മാറ്റുന്നതും അവിടുത്തെ ഓരോ രൂപങ്ങളിലും സംശയനിഴൽ വരുത്തുന്നതും മലയാളികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായതോടെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു തമാശ വീഡിയോ എന്നതിലുപരി അവതാരകരുടെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ചേച്ചിക്ക് മികച്ച അഭിനയ ശേഷി ഉണ്ടെന്നും ഏതെങ്കിലും ന്യൂസ് ചാനലിൽ റിപ്പോർട്ടറായി ജോലിക്ക് ശ്രമിച്ചുകൂടെയെന്നും പലരും ചോദിക്കുന്നു. കമന്റ് ബോക്സിലൂടെയും ചിരിയുടെ മേളമായിരുന്നു. ആട്ടിടയൻ കൊല്ലപ്പെട്ട കേസിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും പ്രതികളെ പിടികൂടും വരെ ഉണ്ണിയേശുവിന് പോലീസ് നിരീക്ഷണം നൽകണമെന്നും ചിലർ പരിഹസിച്ചു. പുൽക്കൂട്ടിലെ ആട് കേസിൽ മാപ്പുസാക്ഷിയാകുമോ എന്നായിരുന്നു മറ്റു ചിലരുടെ സംശയം. സാധാരണയായി ഡാൻസ് വീഡിയോകളും പാട്ടുകളും മാത്രം വൈറലാകുന്ന ഇൻസ്റ്റാഗ്രാം റീൽസുകൾക്കിടയിൽ ക്രിയേറ്റീവായ ഇത്തരം ആശയങ്ങൾ വേറിട്ടു നിൽക്കുന്നുവെന്നും പലരും അഭിപ്രായപ്പെടുന്നു. മിക്ക വീടുകളിലും ക്രിസ്മസ് ഒരുക്കങ്ങൾക്കിടയിൽ പുൽക്കോട്ടിലെ രൂപങ്ങൾ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ തട്ടി വീഴുകയോ ഉടയുകയോ ചെയ്യുന്നത് പതിവാണ്. എന്നാൽ ഇത്തരം കൊച്ചു കാര്യങ്ങളെ പോലും സർഗാത്മകമായി ചിന്തിച്ച് ഒരു മികച്ച കണ്ടന്റാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഈ യുവതി നമ്മളെ തെളിയിച്ചു. സ്ക്രിപ്റ്റിലും എഡിറ്റിംഗിലും പുലർത്തിയ കൃത്യത വീഡിയോയുടെ ഗുണനിലവാരം വർദ്ധിപ്പിച്ചു. കുട്ടികളെ കൂടി വീഡിയോയുടെ ഭാഗമാക്കിയതോടെ അതൊരു മനോഹരമായ കുടുംബ വീഡിയോ ആയി മാറി. ഡിജിറ്റൽ യുഗത്തിൽ വാർത്തകൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നതിന്റെ ഒരു പരിഹാസ രൂപമായി ഇതിനെ കാണാവുന്നതാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. ക്രിസ്മസ് ദിനത്തിൽ ഗൗരവമായ കാലങ്ങൾക്കിടയിലും അല്പം ചിരിയും സന്തോഷവും നൽകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ വീഡിയോയുടെ വിജയം. TV റിപ്പോർട്ടിംഗ് ഇത്രയും രസകരമായി ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഈ യുവതിക്ക് ഇനിയും ഒട്ടനവധി അവസരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുമെന്നതിൽ സംശയമില്ല. പുൽക്കൂട്ടിലെ ആട്ടിടയന്റെ മരണരഹസ്യം തേടി ഇനിയും വീഡിയോകൾ വരുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ. ഒരു സാധാരണ സംഭവത്തെ ഇത്രയധികം താല്പര്യത്തോടെ അവതരിപ്പിച്ചു എന്നത് ഈ കലാകാരിയുടെ വലിയ നേട്ടമാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ രസകരമായ വീഡിയോകളുമായി ഇവർ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയ ഇത്തരം വീഡിയോകൾക്ക് വലിയ സ്വീകാര്യതയാണ് മലയാളി പ്രേക്ഷകർ നൽകുന്നത്. ഓരോ ക്രിസ്മസും പുതിയ ഓർമ്മകൾ സമ്മാനിക്കുമ്പോൾ ഇത്തവണത്തെ ഓർമ്മകളിൽ ഈ പുൽക്കൂട് റിപ്പോർട്ടിംഗ് എന്നും ചിരി പടർത്തുന്ന ഒന്നായി അവശേഷിക്കും.